ശ്രീനിത, അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ പുലിക്കുടയുടെ കാര്യമാണ് ഇപ്പോൾ ദൃശ്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ഒരേ തരത്തിലുള്ള പുലിക്കുട ഒക്കെ ആയിട്ടാണ് പുലികൾ കുട ചൂടി അങ്ങനെ വരികയാണ്. സാധാരണ പൂരത്തിന് നമ്മൾ കാണുന്ന ഈ കുടമാറ്റത്തിൽ കാണുന്ന പോലെയുള്ള ഒരു സർപ്രൈസ്, അങ്ങനെ ഒരേ തരത്തിലുള്ള കുടകൾ, അതാണ് അല്ലേ ഒരു സർപ്രൈസ്? അതാണ് എതിരാളികളെ പോലും ഞെട്ടിച്ചുകൊണ്ടാണ് അയ്യന്തോളിന്റെ വരവ്. നമുക്കറിയാം, കഴിഞ്ഞ തവണ അയ്യന്തോൾ ദേശം പുലിക്കളിക്ക് ഇറങ്ങിയിരുന്നില്ല. അപ്പോ രാജാവില്ലാത്ത ഒരു പുലിക്കളിയാണെന്നൊക്കെ ആരാധകര് വിശേഷിപ്പിച്ചിരുന്നു. അപ്പോ കഴിഞ്ഞ തവണത്തെ ആ ഒരു കുറവും കൂടി നികത്തിയാണ് അവരുടെ ഇത്തവണത്തെ വരവ്. ഇത്തവണ ഈ കണ്ടതൊന്നുമല്ല പുലിക്കളി, ഇനി കാണാൻ കിടക്കുന്നതാണ് പുലിക്കളി എന്നാണ് അവർ പറയുന്നത്. ഇനിയുമുണ്ട് ഒരുപാട് സർപ്രൈസുകൾ. ഏതായാലും നാട്ടുകാരെ ഒന്നടങ്കം ആവേശത്തിലാണ്. പുലിക്കളിക്ക് ഇതുവരെ കാണാത്ത കാഴ്ചകൾ കൊണ്ടുവരുന്നതിൽ വലിയ ആവേശത്തിലാണ് നാട്ടുകാർ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൃശ്ശൂരിന്റെ സ്വകാര്യ അഹങ്കാരമാണ് പുലിക്കളിയെങ്കിലും വിവിധ ദേശങ്ങളിൽ നിന്ന്, വിവിധ നാടുകളിൽ നിന്ന് ആളുകൾ എത്തിയിട്ടുണ്ട്. കുറച്ചു സമയം മുമ്പ് ഞാൻ 2-3 ചേട്ടന്മാരെ കണ്ടു. അവര് തിരുവനന്തപുരത്തു നിന്നാണ് വരുന്നത്. പുലിക്കളി കാണാൻ വേണ്ടി മാത്രം വന്നതാണ്. ഇതൊന്നും കണ്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ മനുഷ്യന്മാരാണോ എന്നാണ് അവർ എന്നോട് ചോദിച്ചത്. അപ്പൊ എല്ലാവരും ഒന്നടങ്കം, ഇതിപ്പോ തൃശ്ശൂരുകാരുടെ അഹങ്കാരമല്ല, മലയാളികളുടെ അഹങ്കാരം എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഏകദേശം ഈ പറഞ്ഞതുപോലെ ഒരു 10 കിലോമീറ്റർ ചുറ്റളവിലാണ് നമ്മുടെ പുലിക്കളി നടക്കുന്നത്. പക്ഷെ ഈ ഒരു 10 കിലോമീറ്റർ ചുറ്റളവ് ലോകത്തിന്റെ ശ്രദ്ധ മുഴുവൻ കേന്ദ്രീകരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇപ്പോ. അപ്പൊ പല ദേശങ്ങളിൽ നിന്നായി പല വഴികളിലൂടെ ഇപ്പോൾ തൃശ്ശൂർ റൗണ്ടിലേക്ക് പുലികൾ ഇങ്ങനെ നടന്നു വരികയാണ്. അയ്യന്തോൾ ദേശത്തിന്റെ പുലിവണ്ടി എല്ലാം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അയ്യന്തോൾ ദേശത്തിന്റെ എല്ലാ കാര്യത്തിലും ഒരു വെറൈറ്റി ടച്ച് ഉണ്ട്. നമ്മൾ പുലിവണ്ടി കണ്ടു, പുലി പ്ലസ് മീൻ, ഒരു മീനിന്റെ ഷേപ്പുള്ള പുലിവണ്ടിയാണ് അവരുടെ. അതിലാണ് പുലികളെ കൊണ്ടുവന്നത്. അപ്പോൾ അങ്ങനെ പുലിക്കളിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലും ഒരു വെറൈറ്റി, ഒരു വ്യത്യസ്തത കൊണ്ടുവരാൻ അയ്യന്തോൾ ദേശം ശ്രമിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ 1 വർഷം നീണ്ട കാത്തിരിപ്പിനാണ് വിരാമം ഇട്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ പോലെയല്ല, ഇത്തവണ ടീമുകൾ കൂടുതലുണ്ട്, പുലികൾ കൂടുതലുണ്ട്, മത്സരം കടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ആവേശം എല്ലാവരിലും ഉണ്ട്. ഇത്തവണ എല്ലാ കാറ്റഗറിയിലും ഞങ്ങൾ കപ്പ് തൂക്കുമെന്നാണ് അയ്യന്തോൾ ദേശം പറയുന്നത്. അയ്യന്തോളിന്റെ ചമയ പ്രദർശനത്തിൽ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു പല ടൈപ്പ് ട്രോഫികൾ, പല കാലത്ത് അവർക്ക് കിട്ടിയ കപ്പുകൾ അവിടെ കണ്ടിരുന്നു. അതായത് മികച്ച പുലിക്കളിക്ക്, ചമയ പ്രദർശനത്തിന് മികച്ച രീതിയിൽ അച്ചടക്കം പാലിച്ചതിന് വരെ കപ്പ് വാങ്ങിയ അങ്ങനെ പുലിക്കുട ചൂടി ഇതാദ്യമായാണ് ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത്. ഇത്തവണത്തെ ഏറ്റവും വലിയ സർപ്രൈസുകളിൽ ഒന്നാണിത്. അയ്യന്തോൾ ദേശത്തിന്റെ സംഘം പുലിക്കുട ചൂടി ആണ് പുലികൾ എത്തിയിട്ടുള്ളത്. അരമണി കിലുക്കി, കുടവയർ കുലുക്കി, പുലികൾ അങ്ങനെ കുടയും ചൂടി പോകുന്ന കാഴ്ച. ഒരേ നിറത്തിലുള്ള കുടകളുമായി അയ്യന്തോൾ ദേശത്തിന്റെ പുലികൾ നീങ്ങുന്നു. ഒപ്പം മറ്റ് ദേശക്കാരുടെ പുലികൾ കൂടിയുണ്ട്. ഇത്തവണ 9 സംഘങ്ങളുണ്ട്. കൂടുതൽ പുലികളാണ് നഗരത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. കൃത്യമായി പറഞ്ഞാൽ 459 പുലികളാണുള്ളത്. സ്വരാജ് റൗണ്ടിലേക്ക് അങ്ങനെ പതുക്കെ താളം പിടിച്ചുകൊണ്ട് അവർ പോവുകയാണ്. താളം ചവിട്ടി നീങ്ങുന്ന പുലികളെ കാണാൻ കഴിയുന്നുണ്ട് വിവിധ ഇടങ്ങളിൽ നിന്ന്. കുറച്ചുകൂടി കഴിയുമ്പോഴാണ് ഏറ്റവും വലിയ സർപ്രൈസുകളൊക്കെ പുറത്തേക്ക് വരിക എന്നാണ് അല്പസമയം മുൻപ് 24 സംസാരിക്കുമ്പോൾ മന്ത്രി കെ രാജൻ പറഞ്ഞത്. ഇത്തവണ ഒലക്കപ്പുലി ഉണ്ട്, കൂടാതെ AI പുലി ഒക്കെ ഉണ്ടാകും എന്നതാണ്. LED പുലിയും ഒക്കെ ഉണ്ടാകും. അങ്ങനെ ഫ്ലൂറസെന്റ് പുലി, അതൊക്കെ അത് സന്ധ്യയാകുമ്പോഴായിരിക്കും അതിൻ്റെ മനോഹാരിത പൂർണ്ണമായ രീതിയിൽ നമുക്ക് ദൃശ്യമാകുന്നത് എന്നതുകൂടിയുണ്ട്. പല വർണ്ണങ്ങളിലുള്ള പുലികളാണ്. നീല കളറും വയലറ്റ് കളർ, പച്ച, മഞ്ഞ, അതൊക്കെ സ്ഥിരമായുള്ളതാണ്, പച്ചയും മഞ്ഞയും. പക്ഷേ അതിനപ്പുറത്തേക്ക് ചില വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള പുലികളെ കൂടി ഇത്തവണ കാണാൻ കഴിയുന്നുണ്ട്. മെറ്റാലിക് പുലിയൊക്കെ ഉണ്ടാകും എന്നതാണ്. അങ്ങനെ പല വർണ്ണങ്ങളിലുള്ള പലതരത്തിൽ ചുവടുകൾ വെച്ചുകൊണ്ട് നീങ്ങുന്ന പുലികൾ. ഇവരെ സംബന്ധിച്ചത് കഴിഞ്ഞ ഒരു വർഷത്തോളമായുള്ളൊരു പ്രയത്നത്തിൻ്റെ കൂടി ഫലമാണ് ഇന്ന് കാണുന്നത്. ഇവർ ചമയമൊക്കെ രാവിലെ വെളുപ്പിന് മുതൽ തന്നെ അവർ വര തുടങ്ങിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഇങ്ങോട്ടേക്ക് ഈ സ്വരാജ് റൗണ്ടിലേക്ക് ഈ പുലികൾ എത്തിച്ചേരുന്നത്. കഠിന പ്രയത്നത്തിൻ്റെ കൂടി ഒരു വർഷം അത് കടന്നു പോയിട്ടാണ് അവർ ഇങ്ങോട്ടേക്ക് എത്തുന്നത്. അല്പസമയം മുമ്പ് ഫ്ലാഗ് ഓഫ് നടന്നിരുന്നു.
നമ്മൾ മറ്റ് ദേശക്കാരുടെയൊക്കെ കാഴ്ചകൾ എങ്ങനെയാണ്, സർപ്രൈസുകൾ എങ്ങനെയാണ് എന്നുള്ളതിലേക്കൊക്കെയാണ് എത്തുന്നത് ഇടവേളയെടുത്തതിന് ശേഷം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.